ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ്. വെറും 4 ചേരുവകൾ മതി ഇത് ഉണ്ടാക്കാൻ. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാൻ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. പിന്നെ ഇത് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യണ്ട കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ചോറ് വെക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ വറുത്തെടുത്തത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നല്ല തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. തണുത്തതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി. കണ്ടോ, ഇതിപ്പോൾ ഞാനിവിടെ തരിതരിയായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ 4 അച്ച ശർക്കര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. ശർക്കരയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ശർക്കരപ്പാനി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 ചെറിയ നേന്ത്രപ്പഴമാണ് ചേർക്കുന്നത്. വലുതൊക്കെ എന്നുണ്ടെങ്കിൽ ഒരെണ്ണം ആയാലും മതി. ഇനി നേന്ത്രപ്പായ ഇതിലിട്ടൊരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഈ നേന്ത്രപ്പായ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ വേവിക്കട്ടെ. ഒരു 3-4 മിനിറ്റ് വേവിച്ചാൽ മതി. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. അപ്പോൾ നേന്ത്രപ്പായൊക്കെ കുറച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഏലക്കേൻ്റെ കുരു ഒന്ന് പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ടത്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ കണ്ടത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ക്യാഷ്യൂനട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 5 ക്യാഷ്യൂനട്ട് ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമ്മൾ സ്നാക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാഷ്യൂനട്ട് ഇട്ട് കൊടുത്തേ ഉള്ളൂ. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അരി വറുത്ത് പൊടിച്ചത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ബോളിൻ്റെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇത് ഫില്ലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ബോളിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ കാണാനൊരു ഭംഗിക്കോ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു രസത്തിനും വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു ഷേപ്പിൽ കിട്ടാനാണ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് വെച്ചത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അതുപോലെ തന്നെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നേന്ത്രപ്പഴം, ശർക്കരയും തേങ്ങയും പിന്നെ അരിമണി പൊടിച്ചതും ആണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്യാത്ത നല്ല ഹെൽത്തി പലഹാരമാണ്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല കിടില റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.